അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാറേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ് Abraham and Lincoln. പ്രമോദ് പാപ്പാനിക് അപ്രോച്ച്. നല്ല മൂഞ്ച അപ്രോച്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം, ഭക്തി. അപ്പം ഇത് നടക്കുന്നത് 2020 മെയ് സമയത്താണ്. ആദ്യമായിട്ട് കൊറോണ വന്ന് ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. അപ്പോൾ അപ്പോഴാണ് ഞാനും അപ്പൂപ്പനും ബോയ്സും ആദ്യമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ബോയ്സ് അപ്പൂപ്പൻ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നുള്ളൂ, അത്ര കമ്പനി ആയിട്ടില്ല. ഞാനും ബോയ്സും 2 ബെഡ്റൂമിലായിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പൂപ്പ ഹോളിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു 5 മണി ആ സമയമായപ്പോഴത്തേക്ക് ഒരു ഭക്തിഗാനം കേൾക്കാൻ തുടങ്ങി ഹോളിൽ നിന്ന്. അങ്ങനെ ഭക്തി മൂഡിൽ എണീറ്റ് ഞാൻ സന്തോഷത്തോടെ ഹോളിൽ പോയി നോക്കിയപ്പോൾ അപ്പൂപ്പ TV കണ്ടോണ്ടിരിക്കുക. പക്ഷെ TV-യിലേക്ക് നോക്കിയാൽ ഞാൻ കണ്ടത് ഇത് കണ്ട ഞാൻ ഫക്ഡായി. അപ്പൂപ്പൻ എന്തിനാ രാവിലെ FTV കണ്ടോണ്ടിരിക്കുന്നു? എനിക്കാണെങ്കിൽ അപ്പൂപ്പനോട് ചോദിക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ ഒന്നും മിണ്ടാണ്ട് ഞാൻ തിരിച്ചു വന്നവരെ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഇപ്പൊ വീണ്ടും ഭക്തിപ്പാട്ട്. ഇത് കേട്ട ഞാൻ വീണ്ടും സന്തോഷത്തോടെ ഹോളിൽ പോയി നോക്കിയപ്പോ കണ്ടത് പ്രാവശ്യം എനിക്ക് ശരിക്കും വല്ലാണ്ട് പോലെ. കാരണം ബോയ്സ് അപ്പൂപ്പനൊന്നും അത്ര ക്ലോസ് അല്ല. അപ്പോൾ ബോയ്സ് എങ്ങാനും ഇത് കണ്ടാൽ അവരാകെ അപ്പൂപ്പനെ ജഡ്ജ് ചെയ്യും. അപ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടായ അർജുൻ്റെ അടുത്ത് ഭായ് എന്നാണ് വിളിക്കുന്നത്. പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, അപ്പൂപ്പൻ ഇങ്ങനെ അതിരാവിലെ ഭക്തിപ്പാട്ട് ഇട്ടിട്ട് പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണുന്ന പരിപാടിയുണ്ട്, എന്താ ചെയ്യാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സംഭവം നീലനാണോന്നൊരു സംശയം. അവൻ തന്നെ നീലച്ചാമി വടിവേലു പെരുമാൾ. ഇത് കേട്ട് എനിക്ക് കൺഫ്യൂഷനായി. ഭക്തിത്തുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൂപ്പൻ TV ഓൺ ചെയ്യുന്നത്. TV ഓൺ ചെയ്തപ്പോൾ ഞാൻ അപ്പൂപ്പൻ്റെ കൺഫ്രണ്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചത് എന്താ രാവിലെ ഭക്തിപ്പാട്ട് ഇട്ടിട്ട് തുണ്ട് കാണുന്നതെന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, മക്കളെ ഇത് അതൊന്നും അല്ല, ഇത് എബ്രഹാം ലിങ്കണാണെന്ന്. ഇതായിട്ട് എനിക്ക് ചൊറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, അപ്പൂപ്പൻ മഹാമാരെ പറ്റി വൃത്തിയോടെ പറയല്ലെന്ന്. അപ്പോൾ അപ്പൂപ്പൻ എന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് അപ്പൂപ്പൻ പറഞ്ഞു, മക്കളെ ട്രെയിലർ കാണുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. തുണ്ടിനും ട്രെയിലറാണ്. അപ്പോൾ അപ്പൂപ്പൻ ആ ട്രെയിലർ പ്ലേ ചെയ്തു. Abraham and Lincoln. Two men, each with his mission. One, a dreaded criminal. The other, a committed police officer. They clash to realize their mission is the same. Fab Associates presents Abraham and Lincoln. ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ. One, a dreaded criminal. The other, a committed police officer. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം, ഒരു പെണ്ണിന്റെ. Two men, each with his mission. One, a dreaded criminal. വളരെ ഇമ്പാക്ട്ഫുൾ ആയ ഒരു സിനിമയാണ് തന്നെ. നമ്മളപ്പം തന്നെ മറന്നുപോയി. ഈ ഇടയ്ക്ക് ഒരാൾ കമന്റ് ബോക്സിൽ ഇട്ടാണ്ടിട്ടാണ് ഓർമ്മ വന്നത്. അപ്പോൾ താങ്ക്സ് ടു ഹർ പുട്ട് ദിസ് ഇൻ ദ കമന്റ് ബോക്സ്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, സ്റ്റോറി. ഇബ്രാഹിം നിങ്ങൾ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സിനിമയുണ്ട് തന്നെ ഓഡിയൻസിന് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് ഡയറക്ടറിന് നല്ല കൺഫ്യൂഷൻ. അതുകൊണ്ട് അയാൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും എന്താ സംഭവിക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, എബ്രാഹിം സ്ക്രീനിൽ വന്ന ലിങ്കൺ വന്ന എബ്രഹാം ലിങ്കൺ ഒരുമിച്ച് വന്ന നെക്സ്റ്റ് ഫ്രൈഡേ ആണെങ്കിൽ ഓക്കെ വി ഗെറ്റ് ഇറ്റ്. സിനിമ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സോനാർ കെല്ല എന്ന് പറഞ്ഞൊരു ഗോൾഡ് മാഫിയ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ബോസ് ആണ് സോനാർ കെല്ല ശങ്കർനാഥ്. Good morning to all. Me, Shankarnath. Thank you for coming to Sonar Kella. അപ്പോൾ ഈ സോനാർ കെല്ല ശങ്കർനാഥ് കുറെ പേർക്ക് ഗോൾഡ് സ്മഗിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ പുള്ളി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഗോൾഡ് ഒരു ബാഗിലാക്കി ഒരു ബൈക്ക് റേസർ ഡൂഡിന്റെ കൊടുത്തു വിടും.
അടുത്ത സീൻ എന്തെന്ന് വെച്ചാൽ ഈ ബൈക്ക് റേസർ ഡൂഡിനെ കുറെ പേര് കൊല്ലുകയാണ്. എന്നിട്ട് അവരാ കൊലപാതകം ആഘോഷിക്കും. ഇയാളാണ് കൂട്ടുകാർ സിനിമയില് നമ്മുടെ അമ്പോറ്റി വിനുമോഹനെ കണ്ണുരുട്ടി പേടിപ്പിച്ച. ഈ ബൈക്ക് റേസർ ഡൂഡിനെ കൊന്നത് സോനാർ കെല്ലയുടെ റൈവൽ ഗ്രൂപ്പാണ്. അവരാണ് റാവുത്തർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സോനാർ കെല്ല നശിക്കണം. റാവുത്തർ ഗ്രൂപ്പിന്റെ ഹെഡാണ് റാവുത്തർ, പ്ലേഡ് ബൈ രാജൻ പി ദേവ്. ആൻഡ് പുള്ളി ഈ ഇടയ്ക്ക് എന്തോ ഇംഗ്ലീഷ് കാഫെ എന്തോ ഇംഗ്ലീഷ് പഠിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഫൈൻഡ് ഔട്ട് ഹിം, ട്രൈ ടു യൂസ് ഹിം, കിൽ ഹിം, ബാക്ക് ഹിം. അടുത്ത സീൻ എന്തെന്ന് പറഞ്ഞാൽ എബ്രഹാം എത്താണ്. അപ്പൊ എബ്രഹാം ഈ മരിച്ചുപോയ റേസർ ഡൂഡിന്റെ ചേട്ടനാണ്. അപ്പൊ എബ്രഹാം ഈ റേസർ ഡൂഡിനെ കൊന്നവരോട് റിവെഞ്ച് എടുക്കാൻ വന്നതാണ്. റിവെഞ്ച് എടുക്കാൻ വന്ന എബ്രഹാം ഇവരുടെ എല്ലാം മുഖത്ത് മാന്തും. എന്നിട്ടൊരു വീപ്പക്കുറ്റി തട്ടിയിട്ടിട്ട് 3 സ്പ്ലിറ്റ് ചെയ്ത് നടന്നു. എന്നിട്ട് ഈ സ്വർണവും കൊണ്ട് എബ്രഹാം പോവും. മനസ്സിലായി, ഇങ്ങനെ എപ്പോഴും പറയണ്ട. മനസ്സിലായി. എബ്രഹാം ഈ സ്വർണം കൊണ്ട് സോനാർ കെല്ല ഗ്രൂപ്പിന് തിരിച്ചു കൊടുക്കും. കാരണം അത് അവരുടെ സ്വർണ്ണമാണല്ലോ. എന്റെ അനുജന്റെ ആത്മാവിന് നിങ്ങളുടെ സൗജന്യം വേണ്ട. അവന് ശാന്തി കിട്ടണമെങ്കിൽ അവന്റെ കൊലയാളികളായ റാവത്തർ ഗ്രൂപ്പ് നശിക്കണം. അത് ഞാൻ നശിപ്പിക്കും. എന്നിട്ട് എബ്രഹാം പോയതിനു ശേഷം അവർ എബ്രഹാമിനെ പറ്റി ബിച്ച് ചെയ്യും. എബ്രഹാം ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് ഈസ് ഡ്രാമാറ്റിക്. ആക്ഷൻ, ഡയലോഗ്, സെന്റിമെന്റ്സ് കറക്റ്റ് ബ്ലെൻഡ് ആണ്. പക്ഷെ എവിടെയോ ഒരു തകരാറ്. ധർമ്മരോഷം ഒത്തിരി കൂടുതലാ. വിശ്വസിക്കാൻ വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ആര് വിശ്വസിച്ചെന്ന്? ഞാനിതുവരെ നിന്നെ വിശ്വസിച്ചിട്ടില്ലല്ലോ. മറ്റവനാണ് അവൻ എവിടെ പോയാലും ഇതാണ് അവസ്ഥ. ഫുൾ നിർത്തി അങ്ങ് പോകാൻ. അടുത്ത സീൻ എന്ന് വെച്ചാൽ ബിനീഷ് കോടിയേരി ഒരു പെണ്ണിന്റെ പടം മോർഫ് ചെയ്യാണ്. ക്ലാസിക് ബിനീഷ് കോടിയേരി. അപ്പൊ 4 റാൻഡം പെണ്ണുങ്ങൾ വന്ന് ബിനീഷ് കോടിയേരിയോട് ചോദിക്കും, എന്താ ആ പെണ്ണിന്റെ പടം മാത്രം മോർഫ് ചെയ്യുന്നത്, എന്താ നമ്മുടെ പടം ഒന്നും മോർഫ് ചെയ്യാത്തത്? അപ്പൊ ബിനീഷ് കോടിയേരി ക്യൂബെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. ഇത് വലിയ കഷ്ടാട്ടോ. ഞങ്ങൾ എന്താ പെണ്ണുങ്ങളല്ലേ? കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി യൂറോപ്യൻ ടൂറിന് പോകാറുണ്ട്. ഈ വർഷം വി ആർ ഗോയിങ് ടു ക്യൂബ. ഡയലോഗ് മറന്നുപോയതാണോ? എന്തിനാ ക്യൂബെ പറ്റി സംസാരിക്കുന്നത്? എന്താ? പക്ഷേ ക്യൂബൻ വിസ കിട്ടാൻ ഭയങ്കര പാടാ. അത് എംബസി പോയി ചോദിക്കും. വിസ വാങ്ങിയേ പറ്റൂ. ക്യൂബ. ഇയാള് ഹൈ ആണോ? ക്യൂബ. ബിനീഷ് കോടിയേരി ഈ മോർഫ് ചെയ്തുണ്ടാക്കിയ വീഡിയോ റിലീസ് ചെയ്യും. ഈ വീഡിയോ ട്രാവൽ ചെയ്ത് ഈ മോർഫ് ചെയ്യപ്പെട്ട പെണ്ണിന്റെ ചേട്ടന്റെ കയ്യിലെത്തും. അവൻ തന്നെ നീലച്ചാമി വടിവേലു പെരുമാൾ. നോക്കട്ടെ രാമു, ഇത് വിജയല്ലേ, യുവർ സിസ്റ്റർ. എന്നിട്ട് നമ്മളെ മോർഫ് ചെയ്ത വീഡിയോ കാണിക്കും. ബിനീഷ് കോടിയേരിക്ക് അഭിനയിക്കാൻ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മോർഫ് ചെയ്തേക്കുന്ന വീഡിയോ കണ്ടറിയാം അങ്ങനെ ഒന്നിലും കഴിവില്ല. എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എനിക്കത് കാണുന്നവന്മാരോട് ചോദിക്കാനുള്ള വാട്ട് വിയേർഡ് ഷിറ്റ് ഡു യു വാച്ച് ഓൺ ദി ഇന്റർനെറ്റ് ബ്രോ? എനിവേസ് ഈ പെണ്ണിന്റെ ചേട്ടൻ ഇത് പോയി ലിങ്കണിന്റെ അടുത്ത് പറയും. അപ്പൊ ലിങ്കൺ ബിനീഷ് കോടിയേരി വന്ന് ഇടിച്ചു റൊട്ടിയായിരുന്നു.
പക്ഷെ ബിനീഷ് കോടിയേരിക്ക് അറിഞ്ഞൂടെ ലിങ്കൺ ആരാന്ന്. അപ്പോൾ അടുത്ത ദിവസം ബിനീഷ് കോടിയേരിയുടെ അച്ഛനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവിടുത്തെ CI ആണ് ലിങ്കൺ. ലിങ്കൺ ജോർജ്. കാര്യം കാണാൻ ഞാൻ എന്ത് നുണയും പറയും. Even Lincoln. Can you shut up? എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. Also it's Lincoln, not Lincoln. മഹാലിംഗൻ. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ കലാഭവൻ മണി ഒരു പെണ്ണിന്റെ കൂടെ ചെമ്മന്നൂർ ജുവലേഴ്സിന്റെ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലിങ്കൺ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ചെല്ലും. ആഹാ, എന്താ പാട്ട്, എന്താ ആട്ടം, പെർഫെക്റ്റ് റിതം, എറോട്ടിക് ലിറിക്സ്. ഇതാണ് നമുക്ക് വേണ്ടത്. അവറാച്ചൻ വാ, നമുക്കിടം വരെ പോകാം. ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കൺഫ്യൂസിങ് സിനിമയാണ്. ചിലപ്പോൾ ഇതായിരിക്കും പ്രമോദ് പാപ്പനിക് അപ്രോച്ച്. അവരെന്നിട്ട് സംസാരിക്കും. ലോനപ്പേട്ടനെ മനസ്സിലായില്ല. ഓ, അതങ്ങനെ മനസ്സിലാക്കാൻ മാത്രമൊന്നും ഇല്ല ആശാനെ. ഞാനൊരു വലിയ കലാസ്നേഹിയാ. ലിങ്കൺ ഒരു കലാസ്നേഹിയാണെന്ന് മനസ്സിലായി എബ്രഹാം സന്തോഷിക്കും. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസ്റ്റ് ബമ്പ് കൊടുക്കും. എന്നിട്ട് അവരെന്തോ ഒരു കോർഡിനേറ്റഡ് ഡാൻസ് മൂവി. നീ മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവര് ഫ്രണ്ട്സാണ്. ഓക്കെ, എനിക്ക് സംഭവം പിടികിട്ടി. ആക്ച്വലി എബ്രഹാം ഒരു ചെറിയ ഗുണ്ടയാണ്. അപ്പോൾ എബ്രഹാമിനെ പിടിക്കാൻ വേണ്ടി ലിങ്കൺ വേഷം മാറി വന്നതാണ്. എന്നിട്ട് എബ്രഹാമും ലിങ്കണും വൻ ഫൈറ്റ് ആവും. ലിങ്കൺ എബ്രഹാമിനെ വെട്ടി വെക്കാൻ പോകുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ബിനീഷ് കോടിയേരി ലിങ്കണെ വെടിവെക്കും. ബാക്ക് പോയി ബിനീഷ് കോടിയേരിയുടെ മോൻ കാണിച്ച്. വെടിയുണ്ട ലിങ്കനെ സഹതാപം തോന്നിയ എബ്രഹാം ഹോസ്പിറ്റലിൽ എത്തിക്കും. പക്ഷെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിനീഷ് കോടിയേരിയുടെ ആളാണ്. അപ്പൊ അയാൾ പറയും ലിങ്കനെ ചികിത്സിക്കാൻ പറ്റൂല. അതൊക്കെ റിസ്ക് ആണോ? പേഷ്യന്റിന് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. ബെറ്റർ യു ഗോ ടു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇതായിട്ട് ദേഷ്യം വന്ന എബ്രഹാം പെട്ടെന്ന് ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ മണ്ടനായ ഡോക്ടറിന് ഹിന്ദി അറിഞ്ഞൂടായിരുന്നു. അയാൾ വിചാരിച്ച് കാമെന്ന് പറഞ്ഞാൽ കാമോ എന്നാണെന്ന്. അതുകൊണ്ട് അയാൾ എബ്രഹാമിന്റെ തോക്കെടുത്ത് വായിലിടും. എന്നിട്ട് എബ്രഹാം പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കും. ഗുഡ് ബൈ. അങ്ങനെ എബ്രഹാമും ലിങ്കണും ഫ്രണ്ട്സ് ആവും. എന്താ ഇത്ര വലിയ തമാശ? നിന്റെ റേഞ്ചിന് പറ്റിയതല്ല മോളെ. ഇത് കൂടാതെ 2 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട് സിനിമയിൽ. ഒന്ന് ലിങ്കണിന്റെ സിസ്റ്ററാണ്. അപ്പം പുള്ളിക്കാരി പണ്ട് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ സെക്ഷുവലി ഹറാസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് അന്നൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായി. അതിനുശേഷം പുള്ളിക്കാരി നാട്ടിൽ വന്ന് ലിങ്കണിന്റെ കൂടെയാണ് താമസം. അവിടെ വെച്ചവൾക്ക് ഒരു മാസീവ് മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നു. അവിടെ വെച്ചവൾക്ക് ഒരു മാസീവ് മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നു. ഷാങ്കി, what you doing here bro? അവിടെ വെച്ചവൾക്ക് ഒരു മാസീവ് മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നു. വേഷം മാറി വന്നാൽ നമുക്ക് മനസ്സിലാവില്ലാന്ന് വിചാരിച്ചോ. മറ്റേതാണ് ലിങ്കന്റെ ഗേൾഫ്രണ്ട് ശ്വേത മേനോൻ. ലിങ്കണും ശ്വേത മേനോനും കൂടെ ഇടയ്ക്കിടയ്ക്ക് രാത്രി വീട്ടിൽ കയറിപ്പോകും. അതെന്തിനാണെന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി തരാൻ വേണ്ടി ഡയറക്ടർ ഒരു അമേസിംഗ് ഷോട്ട് വെച്ചിട്ടുണ്ട്. ബോംബെയിരുന്നു മഹാലിംഗൻ. ഇനി സിനിമയുടെ ബാക്കി ഞാൻ ലാസ്റ്റ് സെഗ്മെന്റിൽ പറഞ്ഞുതരാം. അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. സോങ്സ്. സിനിമയുടെ സോങ്സ് ആർ റിട്ടൺ ബൈ ദ ലെജൻഡറി ബാലേന്ദ്രൻ ചുള്ളിക്കാട്. പക്ഷേ മൈ മാൻ ബാലിച്ചുള്ളി വാസ് എക്സ്ട്രീംലി ലേസി വെൻ ഹി റോട്ട് ദ ലിറിക്സ് ഫോർ ദിസ് മൂവി. സർ, ടൈറ്റിൽ സോങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് എഴുതരണം. ടൈറ്റിൽ സോങ്ങിന് വേണ്ടി. ഇപ്പോൾ ഒരു മൂഡില്ലടോ. അല്ല സർ, എന്തെങ്കിലും ഒന്ന് എഴുതരണം. എന്തെങ്കിലും എഴുതണം. അതാണിങ്ങതാ.
കഴിഞ്ഞ സോങ് എഴുതിയപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാട് ലേസി ആയിരുന്നെങ്കിൽ അടുത്ത സോങ് എഴുതിയപ്പം പുള്ളി കട്ട ഹോണിയായിരുന്നു. സാർ ഒരു സോങ്ങെങ്കിലും നേരെ എഴുതി തരണം സാർ. ഒരു ഫോക്ക് സോങ് ആണ്. ഫോക്ക് സോങ്. ഞാനിതാ കേഴമ്മൻ കണ്ണാളെ കുറത്തി താഴമ്പൂ മെയ്യാളെ. കൊള്ളാം സാർ, കൊള്ളാം സാർ. സാർ ഇതിന്റെ ബാക്കി എന്താ സാർ? ആയേ ആയ്യാ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പാരൻസ് കൂളാണ്. അവർ ജനറലി ചില ആൾക്കാരാണ്. ഇപ്പം ഈ ടി വിയിലും ഇപ്പോൾ എന്തെങ്കിലും കിസ്സിങ് സീനോ എന്തെങ്കിലുമൊക്കെ വന്നാലും അവരങ്ങനെ ബിഗ് ഡീലൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരിക്കൽ മാത്രം ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഈ ലിറിക്സ് കേട്ടിട്ട് എൻ്റെ അമ്മച്ചേ വൃത്തികേടെന്ന് പറഞ്ഞിട്ട് ടി വി ഓഫ് ചെയ്തു പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗുഡ് ജോബ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ഡിസപ്പോയിന്റിങ് ഇന്ത്യൻ വിമൻ സിൻസ് 2006. അടുത്ത സോങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ് ചെറിയൊരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു. റഹ്മാൻ ഒരു ദിവസം, അതായത് ലിങ്കൺ ഒരു ദിവസം ജിമ്മി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്വേതാ മേനോന്റെ കോൾ വരും, രക്ഷിക്കണം കള്ളന്മാർ വരുന്നു എന്ന് പറഞ്ഞു. ഹലോ, വാട്ട്? ഓക്കെ, പേടിക്കണ്ട, ഞാൻ ഉടനെ എത്താം. കഴിയുമെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, ജനലിന്റെ ഡോറിന്റെ അടുത്ത് പോകരുത്. ബി ബ്രേവ്. അപ്പൊ ലിങ്കൺ ബൈക്ക് എടുത്തുകൊണ്ട് ശ്വേതാ മേനോന്റെ വീട്ടിലോട്ട് ചെല്ലും. ബാക്ക് അതേ റോഡിൽ കൂടെ തന്നെ അങ്ങോട്ട് പോയിട്ട് അതേ റോഡിൽ കൂടെ തന്നെ ഇങ്ങോട്ട്. എന്താ ലിങ്കൺ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലോട്ടുള്ള വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ് സോങ്ങിന്റെ കോണ്ടെക്സ്റ്റ്, സോങ്ങിന്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാടിലേക്ക് തിരിച്ചു വരാം. സാർ ഒരു സോങ് എങ്കിലും വൃത്തിക്ക് എഴുതി തരണം സാർ, പ്ലീസ് സാർ. വേണമെങ്കിൽ എന്താ ഇന്ദ്രസഭാതല സംഗീതം ഇന്ന് സമുദ്ര വിപഞ്ചികയിൽ. കൊള്ളാം സാർ. പക്ഷെ സാർ ഇത് സിനിമയിൽ എവിടെ ഇടും? അതാണ് എവിടെയെങ്കിലും ഇടും. എവിടെയെങ്കിലും ഇടും. The funny part is that Sweta Menon is singing this. I'm pretty sure she has no idea what this means. Yeah bro, totally. എൻ്റെ മലയാള ടീച്ചറിൻ്റെ പോലും അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് സോങ് ആണ് കുറച്ച് കൂൾ ഡാൻസ് സ്റ്റെപ്സ് ഉള്ളൊരു സോങ്. ഡാൻസ് സ്റ്റെപ്സ് നല്ല കൂൾ ആയിട്ടുണ്ടല്ലോ. ആരാ കൊറിയോഗ്രാഫി? കൂൾ ജാൻ. സ്റ്റേ കൂൾ. ഈ കൂൾ ജാൻ ഒന്ന് കാണാൻ പറ്റുമോ?
അറിഞ്ഞിട്ട പേരാന്ന് തോന്നുന്നു. നമുക്ക് ഫൈനൽ സെഗ്മെന്റിലേക്ക് വരാം. ഡിസ്റ്റോർട്ടഡ് റിയാലിറ്റീസ്. ഓക്കെ, അപ്പം നമ്മൾ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് മനസ്സിലാക്കുന്നത് ഈ സോനാർക്കെല്ല ശങ്കർനാഥും റാവുത്തറും ആക്ച്വലി ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ടീമപ്പ് ചെയ്തിട്ട് വിചാരിക്കും ഈ റാവുത്തറിനെ കൊല്ലാൻ നടക്കുന്ന എബ്രഹാമിനെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന്. സമയം ഇനിയും വൈകിട്ടില്ല. ശങ്കര, ആ പട്ടാളക്കാരനൊരു വൺമാൻ ആർമി അല്ല, അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. തൽക്കാലം നമുക്ക് ഫോർഗ്രൗണ്ടിലുള്ളതിനെ ഫോക്കസ് ചെയ്യാം. നല്ല വിസിബിലിറ്റി. ഇവരുടെ രണ്ടുപേരുടെ ഫ്രണ്ടാണ് ഒള്ളി ഹൈ ക്ലാസ് റോൾസിൽ അഭിനയിക്കുന്ന അനൂപ് മേനോൻ. ആൻഡ് അനൂപ് മേനോൻ ഈ സിനിമയിൽ ഒരു കളക്ടറാണ്. അനൂപ് മേനോന് ഫോർ സം റീസൺ ലിങ്കണെ കൊല്ലണം. ഏബ്രഹാമും എനിക്ക് വിഷയമല്ല. ഐ വോണ്ട് ഹിം ലിങ്കൺ ജോർജ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ലിങ്കണിന്റെ സിസ്റ്ററിനെ പണ്ട് സെക്ഷുവലി അസോൾട്ട് ചെയ്തത് അനൂപ് മേനോനാണ്. പക്ഷേ ഇത് അനൂപ് മേനോനോ ലിങ്കണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിഞ്ഞൂടാ. അപ്പോൾ അനൂപ് മേനോൻ ലിങ്കണെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഇത് ഓഡിയൻസ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാക്കും. അപ്പം നമ്മൾ അനൂപ് മേനോനോട് ചോദിക്കാൻ ആഗ്രഹിക്കും എന്തിനാ ലിങ്കണെ കൊല്ലുന്നതെന്ന്. സർക്കിൾ ഇൻസ്പെക്ടർ ലിങ്കൺ മരിക്കണം, കൊല്ലണം അവനെ. അതെന്തിനാ സാർ? ഈ ലിങ്കണും സാറുമായിട്ട് എന്താ പ്രശ്നം? യാ ബ്രോ, എന്തിനാ ലിങ്കണെ കൊല്ലുന്നത്? ലിങ്കൺ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് ആപത്താണ്. ബട്ട് വൈ? നോ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അനൂപ് മേനോനെ ലിങ്കണെ കൊല്ലണം, ബാക്കി രണ്ടുപേർക്ക് എബ്രഹാമിനെ കൊല്ലണം. ഒരു ദിവസം ഇവർ മൂന്നുപേരും കൂടെ വിചാരിക്കും ഗവൺമെൻറ് ആണെങ്കിൽ ഒരു വലിയ വണ്ടി നിറച്ച് ക്യാഷ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്റർ സ്റ്റേറ്റ് 10,000 കോടി എന്തോ. ഈ വണ്ടി ഇവർ മൂന്നുപേരും കൂടെ മോഷ്ടിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് കളക്ടറായ അനൂപ് മേനോൻ പട്ടാപ്പകല് 2 പോലീസുകാരെ വെടിവെച്ച് വന്നിട്ട് ഒരു കാറ് ബോംബിട്ട് പൊട്ടിക്കും. ഗുഡ് ജോബ് പ്രമോദ് പപ്പൻ. ശരിക്കുള്ള എബ്രഹാം ലിങ്കൺ ഇത് കാണാൻ ജീവിച്ചിരിക്കാത്ത നിങ്ങളുടെ ഭാഗ്യം. ബട്ട് എനിവേസ്, ഇനിയാണ് ഈ സിനിമയിലെ മോസ്റ്റ് പിവട്ടൽ സീൻ. ഇവർ ഈ ക്യാഷ് ഉള്ള വണ്ടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ മേളിലൊരു ഫ്ലെക്സ് ബോർഡ്. അപ്പം നമ്മൾ ആദ്യം ആ ഫ്ലെക്സ് ബോർഡിൽ നോക്കുമ്പോൾ ആരൊക്കെയോ ഇരിക്കുന്ന ഒരു പരസ്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ജാസി, what you doing here bro? 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? സർപ്രൈസ്. ഓ, അത് എബ്രഹാം ആയിരുന്നു. ആ മ്യൂസിക് കൊണ്ട് ആക്ച്വലി ഗുണമുണ്ടായി. Then this happens. ഫ്ലെക്സ് ബോർഡിനകത്ത് പടത്തിലിരിക്കുന്ന എബ്രഹാമും ലിങ്കണും ഫ്ലെക്സ് ബോർഡിനകത്ത് നിന്ന് ജീവൻ വെച്ച് വണ്ടിയിലോട്ട് ചാടും. സ്ട്രേറ്റ് ഔട്ട് ഓഫ് ഹാരി പോട്ടർ ഷിറ്റ്. എന്നിട്ട് അവർ ശങ്കർനാഥിന്റെ റാവുത്തറിനെ ചവിട്ടി പുറത്താക്കും. എന്നിട്ട് ഹൈ ക്ലാസ് അനൂപ് മേനോന്റെ മുഖത്ത് മരക്കഷ്ണം എറിയും. നൈസ് ഗുഡ് ജോബ് ഗൈസ്. ലാസ്റ്റ് നമ്മൾ വിചാരിക്കും ഇവർ കിട്ടിയ 10,000 കോടി തിരിച്ച് ഗവൺമെന്റിന് കൊടുക്കുകയായിരുന്നു. കാരണം ഗവൺമെന്റിന്റെ ആണല്ലോ. ഈ കാശിന്റെ കാര്യത്തിന് തീരുമാനമാക്കണ്ടേ സാറേ? നേരെ കാശിന് ഇത്തിരി അത്യാവശ്യമുണ്ട്. നാൻസിയെ കെട്ടിച്ചുവിടണം. 10,000 കോടിക്കോ? നാൻസിയെ കെട്ടിച്ചുവിടണം, ഒരു വീട് കെട്ടണം, പിന്നെ എനിക്കൊന്ന് സെറ്റിൽ ആവണ്ടോ? എനിക്കെന്താ സെറ്റിലായ പുളിക്കോ? ഭയങ്കര ചെലവാണല്ലോ. ഇത് ഏത് മാസം? ഏപ്രില. നാൻസിയെ കെട്ടിച്ചുവിടണം. ലാസ്റ്റ് വരെ പോകുന്നതിന് മുമ്പ് ഒരു സോങ് ഇട്ടുകൊണ്ട് സിനിമ തീർക്കും. ഇതെന്താണ്? ഇതോ ശങ്കർനാഥന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ ആകെ ചോദിച്ചു വാങ്ങിച്ച റെമ്യൂണറേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എബ്രഹാമിന്റെ സോനാർക്കെല്ല എന്നുള്ള റെമ്യൂണറേഷൻ ആ പാട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്നുള്ള റെമ്യൂണറേഷൻ ഈ പോട്ടാണ്. ഈ പോട്ട് ഞാൻ നിനികയെന്ന് വാങ്ങിച്ചാണ്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് പെയിൻറ്റഡ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി ആവാനും നിങ്ങൾ സസ്റ്റൈനബിലിറ്റിക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. ഇത് സിമെൻറ്റിൽ നിന്ന് സാരി ഫാബ്രിക്കിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ വഴി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഓഫ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതാണ്. ചുമ്മാ കറങ്ങി കിടന്ന സമയം കളയാതെ ജൽദി സെ കാം കറോ സാലെ ബദ്മാഷ്.